എല്ലാവർക്കും കോപ്പറേറ്റീവ് കേരളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IT ആൻഡ് സൈബർ ലോയിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ടേംസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. മെയിനായിട്ടും സൈബർ ക്രൈം നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ക്രൈം ഇൻവോൾവിങ് കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റും, രണ്ടാമത് ക്രൈം ഇൻവോൾവിങ് കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ. അതായത് സൈബർ ക്രൈമിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ ടാർഗറ്റ് ആക്കിക്കൊണ്ട്, കമ്പ്യൂട്ടറിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന അറ്റാക്കും, പിന്നെ കമ്പ്യൂട്ടർ ഒരു ആയുധമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന സൈബർ അറ്റാക്കും. ഇങ്ങനെ രണ്ട് വിധത്തിലാണ് സൈബർ ക്രൈമിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈബർ ക്രൈമിൽ കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റിന് എക്സാമ്പിളാണ് വൈറസ്, വേം, ട്രോജൻ ഹോഴ്സ്, ഹാക്കിങ്, ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റിന് എക്സാമ്പിളാണ്. കമ്പ്യൂട്ടർ ആസ് എ വെപ്പണിന് എക്സാമ്പിളാണ് പോർണോഗ്രഫി, സൈബർ ടെററിസം, IPR വയലേഷൻ. ഇതൊക്കെ കമ്പ്യൂട്ടർ ആസ് എ വെപ്പണിന് എക്സാമ്പിളാണ്. ഇനി ഇതിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് അല്ലെങ്കിൽ ഡോസ് അറ്റാക്ക്. ഇപ്പോൾ ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് ഈസ് ആൻ അറ്റാക്ക് മീൻഡ് ടു ഷട്ട് ഡൗൺ എ മെഷീൻ ഓർ എ നെറ്റ്വർക്ക് മേക്കിംഗ് ഇറ്റ് ഇൻആക്സസിബിൾ ടു ഇൻറ്റൻഡഡ് യൂസർ. അതായത് ഒരു യൂസറിന് കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതിൽ നെറ്റ്വർക്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ട്രാഫിക് ക്രിയേറ്റ് ചെയ്യുക, അതുവഴി നമുക്ക് ആ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതിനെയാണ് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. മെയിനായിട്ടും ഇതിൽ ഓർത്തിരിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് അൺയൂഷ്വലായിട്ട് നെറ്റ്വർക്ക് ട്രാഫിക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു യൂസറിന് കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് ഈ ഡിനൈൽ ഓഫ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് മാൽവെയർ എന്ന് പറയുന്നത്. മാൽവെയർ ഈസ് എ കോമൺ സൈബർ അറ്റാക്ക് ആൻഡ് ആൻ അംബ്രല്ല ടേം ഫോർ വേരിയസ് മെലീഷ്യസ് പ്രോഗ്രാം ഡെലിവേർഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ഓൺ end users system and servers. These attacks are to cause harm to a computer server or computer network and are used by cyber criminal to obtain data for financial gain. അതായത് മാൽവെയർ എന്ന് പറയുന്നത് ഒരു മെലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. സെറ്റ് ഓഫ് മെലീഷ്യസ് പ്രോഗ്രാമിനെയാണ് ഈ മാൽവെയർ എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ദോഷകരമായി ബാധിക്കുന്ന എല്ലാ പ്രോഗ്രാമിനെയും നമുക്ക് കോമൺ ആയിട്ട് മാൽവെയർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ബാധിക്കുകയും അത് സൈബർ ക്രിമിനൽസ് അവർ ഡേറ്റ ചോർത്തിയെടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയോ ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് പ്രോഗ്രാമിനെയാണ് ഈ മാൽവെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. സ്പൈവെയർ ഈസ് എ മാൽവെയർ വിച്ച് ഡൗൺലോഡ്സ് ഇറ്റ്സെൽഫ് ഓൺ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം ത്രൂ ആൻ ഇമെയിൽ ഓർ എ ഡൗൺലോഡഡ് പ്രോഗ്രാം. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഇമെയിൽ വഴി അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന പ്രോഗ്രാം വഴി കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് കയറുന്ന മെലീഷ്യസ് അല്ലെങ്കിൽ മാൽവെയറിനെയാണ് ഈ സ്പൈവെയർ എന്ന് പറയുന്നത്. സ്പൈവെയർ എന്ന് പറയുന്നത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തേർഡ് പാർട്ടി ക്രിയേറ്റ് ചെയ്ത മാൽവെയർ ആയിരിക്കും ഈ സ്പൈവെയർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ട് അത് യൂസറിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷനും മറ്റ് ഡേറ്റകളും കളക്ട് ചെയ്ത് ഒരു തേർഡ് പാർട്ടിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഈ സ്പൈവെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. Ransomware is a type of malware that prevent or limit users from accessing their system either by locking the system screen or by locking the user's files until a ransom is paid. ഈ റാൻസം വെയർ എന്ന് പറയുന്നത് ഒരു മാൽവെയർ ആണ്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയും അത് പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം ലോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ആരാണോ ഈ റാൻസം വെയറിനെ കടത്തി വിട്ട ആൾ പൈസ ആവശ്യപ്പെടുകയും നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ ഈ സിസ്റ്റം അൺലോക്ക് ആക്കി നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന അറ്റാക്കാണ് ഈ റാൻസം വെയർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ആഡ്വെയർ എന്ന് പറയുന്നത്. ആഡ്വെയർ എന്ന് പറയുന്നത് ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. സീക്രട്ട്ലി ഇൻസ്റ്റാൾഡ് ഇറ്റ്സെൽഫ് ഓൺ യുവർ ഡിവൈസ് ആൻഡ് ഡിസ്പ്ലേ അൺവാണ്ടഡ്
advertisement and pop-up. In some case, adware can even track your online behavior and display personalized ad. നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കുറേ ആഡുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ആവും. പോപ്പപ്പ് പോലെ ആഡ് ഡിസ്പ്ലേ ആവും. അപ്പോൾ ഇതുവഴി അവർക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡേറ്റയും ഇതെല്ലാം ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ ഏതിലൊക്കെയാണ് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഇത് കണ്ടുപിടിച്ചിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറേ ആഡുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്പൈവെയർ ആണ് ഈ ആഡ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ പരസ്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഈ ആഡ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ടേംസാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്.